ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ ആശുപത്രികളിലും ഗ്രാമപഞ്ചായത്തുകളിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വൈത്തിരി ഗ്രാമപഞ്ചായത്ത് LAD ആൻഡ് EW അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് താൽക്കാലിക ഓവർസിയർ നിയമനം നടത്തുന്നുണ്ട്. BTech സിവിൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ IT ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സെപ്റ്റംബർ 24-നകം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓവർസിയർ നിയമനം നടത്തുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് 3 വർഷ ഡിപ്ലോമയാണ് യോഗ്യത വരുന്നത്. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി സെപ്റ്റംബർ 22-ന് രാവിലെ 11 മണിക്ക് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിലുള്ള വാളേരി, അഞ്ചുകുന്ന്, പനമരം, തൃശ്ശിലേരി പ്രീമെട്രി ഹോസ്റ്റലുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ വാർഡൻ നിയമനം നടത്തുന്നുണ്ട്. അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ആണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. മാനന്തവാടി താലൂക്ക് പരിധിയിലെ സ്ഥിര താമസക്കാരായ 25-നും 50-നും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം. സ്വയം തയ്യാറാക്കിയ ബയോഡേറ്റ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവയുടെ അസലുമായി സെപ്റ്റംബർ 24-ന് രാവിലെ 11 മണിക്ക് മാനന്തവാടി പട്ടികവർഗ വികസന ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ASAP കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സെപ്റ്റംബർ 21-ന് 9:30 മുതൽ 2:20 വരെ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ്യത SLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ബിരുദമാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 21-ന് രാവിലെ 9:30-ന് ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുമായി ചാത്തന്നൂർ ASAP കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരണം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രൈവർ, ഇന്റീരിയർ ഡിസൈനിങ്, കാർപ്പൻട്രി, പാക്കിംഗ് സ്റ്റാഫ്, ഡെവലപ്മെന്റ് ഓഫീസർ, ഇൻഷുറൻസ്, വയസ്സ് 35-ന് മുകളിൽ, അക്കൗണ്ടന്റ് എന്നിവയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിലേക്ക് റേഡിയോഗ്രാഫറെ കരാറടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് സെപ്റ്റംബർ 24-ന് രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. യോഗ്യത +2 വിജയവും ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ DRT, DRRT അല്ലെങ്കിൽ BSc MRT കോഴ്സ് പൂർത്തിയായിരിക്കണം. പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ലെക്ചറർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ, ബോയ്സ് ഹോസ്റ്റലിലേക്ക് കുക്ക് എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 22-ന് രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, ഫോട്ടോ എന്നിവ സഹിതം കോളേജിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ നിയമനത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. പ്രായപരിധി 21 മുതൽ 35 വയസ്സ് വരെയാണ്. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും IT, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഡിപ്ലോമയാണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളും സഹിതം സെപ്റ്റംബർ 22-ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത +2 കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ ബിരുദവുമാണ്. BCVT ഉള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ കാർഡിയോ വാസ്കുലർ ഡിപ്ലോമ, DCVT യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കും. അപേക്ഷകർ എക്കോ കാർഡിയോഗ്രാഫി ചെയ്യുവാൻ കഴിവുള്ളവരായിരിക്കണം. പ്രായപരിധി 20-നും 36-നും ഇടയിലാണ്. ഉദ്യോഗാർത്ഥികൾ
ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം സെപ്റ്റംബർ 22 രാവിലെ 11 മണിക്ക് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് CCM ഹാളിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയിലും കൂടിക്കാഴ്ചയിലും പങ്കെടുക്കണം. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 10 മുതൽ 11 മണി വരെയാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ നഴ്സ് തസ്തിക ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിയമനം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത DA/MA അംഗീകരിച്ച ആയുർവേദ നഴ്സിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ്. അപേക്ഷകർ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ, തിരിച്ചറിയൽ രേഖകൾ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും അവയുടെ ഓരോ പകർപ്പും സഹിതം സെപ്റ്റംബർ 22 രാവിലെ 11 മണിക്ക് സ്ഥാപന മേധാവി മുമ്പാകെ ഹാജരാവണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റീജിയണൽ പ്രിവെൻഷൻ ഓഫ് എപ്പിഡമിക് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ് സെല്ലിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സെപ്റ്റംബർ 25 വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ബിരുദവും 1 വർഷത്തെ കമ്പ്യൂട്ടർ ഡിപ്ലോമയും MS വേഡിലും MS എക്സലിലുമുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കൂടാതെ ആശയവിനിമയ പാഠവും ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് എന്നിവയിലുള്ള പ്രാവീണ്യമുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും ഫോട്ടോയും സഹിതം സെപ്റ്റംബർ 25 രാവിലെ 10:30 ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അക്കാഡമിക് ബ്ലോക്കിൽ വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ ട്രേഡിലും അരിത്തമറ്റിക്കം, ഡ്രോയിങ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി സ്കിൽ വിഷയം കൈകാര്യം ചെയ്യുന്നതിനുമായി ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരുടെ ഒഴിവിലേക്ക് സെപ്റ്റംബർ 22 രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ട്രേഡിൽ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാവണം. പ്രതിമാസ വേതനം 28,620 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.